Hello, good morning. Wish you all a happy new year. We are going to session 49. Our topic today is creativity and language. There is an element of repetition in this title because language and creativity are inseparably connected. പരസ്പരം വേർതിരിക്കാനാവാത്ത വിധം പരസ്പരം ചേർന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സർഗാത്മകതയും ഭാഷയും എന്ന് പറഞ്ഞത്. ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, രചനാത്മകത, ക്രിയേറ്റിവിറ്റി. ഓക്കെ, ആൻഡ് ലാംഗ്വേജ്, ഭാഷ. ലാംഗ്വേജ് ഈസ് essentially creative. In other words, we are using language primarily to be creative. We are using it for communication purposes, but in each communication context, we are trying to be as different, as original as we could be. Okay, അപ്പോൾ ആശയവിനിമയത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ബോധപൂർവമോ അല്ലാതെയോ ഏറ്റവും കൂടുതൽ തനിമയുള്ളതാവാൻ, ഏറ്റവും കൂടുതൽ ഒറിജിനലാവാനായിട്ട് നാം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഭാഷയും സർഗാത്മകതയും, ഭാഷയും തനിമയും, ഓക്കെ, ഇത് തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ട്, ഒരു ഗാഢമായ ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഭാഷയുടെ ഒരു തലം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ആൻ അട്രിബ്യൂട്ട് ഓഫ് ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അർത്ഥം വി ആർ ക്രിയേറ്റീവ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്. വി ആർ creative in different domains also. Okay, we are creative in art. Okay, we are creative in thinking. We are creative in producing things. We are creative at different levels in different domains. But all these different domains are essentially extensions of our linguistic thinking. Okay. ഇതിൽ സംശയങ്ങളും ഒന്നുമില്ല, തർക്കങ്ങളൊന്നുമില്ല. നമ്മൾ കലാപരമായിട്ടോ അല്ലെങ്കിൽ നിർമ്മാണപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ നാം ക്രിയേറ്റീവാണ്. ഭാഷയിൽ മാത്രമല്ല നാം ക്രിയേറ്റീവ് ആവുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള മറ്റെല്ലാ ക്രിയേറ്റിവിറ്റിയും, മറ്റെല്ലാ സർഗാത്മകതയും ഭാഷയിലെ സർഗാത്മകതയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ്. ഭാഷയിൽ നാം ക്രിയേറ്റീവായി ചിന്തിച്ച് എടുത്തിട്ടുള്ള നിഗമനങ്ങളുടെ എക്സ്റ്റൻഷൻസാണ് മറ്റു തരത്തിലുള്ള നമ്മുടെ സർഗാത്മകത എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കി പറയുകയാണെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നത് ഭാഷയുടെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള, ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള ഒരു ഗുണവിശേഷമാണ്. Okay, so this is an essential necessity with each one of us. We needn't be great writers or great speakers in order to think about creativity. Okay, that will be erroneous to think that only writers or only speakers or only theatre personalities or only artists require a very specific kind of or a very genuine kind of a linguistic expression. It is wrong. Any human being, any ordinary, normal human being requires this. Why he is requiring this? Because as we have seen earlier, he needs to be different. He is constantly putting himself against the backdrop of the society. അപ്പോൾ സമൂഹത്തിൻ്റെ എതിരെ നിൽക്കുന്ന, സമൂഹം എന്ന പശ്ചാത്തലത്തിന് എതിരെ നിൽക്കുന്ന വ്യക്തി അയാളെ തന്നെ അടയാളപ്പെടുത്തുന്നത്, സമൂഹത്തിനെതിരെ അയാളെ തന്നെ അടയാളപ്പെടുത്തുന്നത് അയാളുടെ സവിശേഷമായ ഭാഷയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭാഷയുടെ ഉപയോഗത്തിലെ തനിമ, ഒറിജിനാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വം, വ്യതിരിക്തത എന്ന് പറയുന്നത് വളരെ ഇസെൻഷ്യലായി ഒരു സാധാരണമായിട്ടുള്ള ഒരാവശ്യമാണ്. വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ആവശ്യമല്ല, വളരെ സാധാരണ തലത്തിലുള്ള ഒരു ആവശ്യമായി നാം അംഗീകരിക്കണം. ഇപ്പോൾ ഭാഷ നാം പഠിക്കുന്നതിലുള്ള, ഭാഷ നാം പരിശീലിക്കുന്നതിലുള്ള ഒരു ലക്ഷ്യം എങ്ങനെ ഈ ഭാഷയെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാക്കി മാറ്റാം എന്ന് കണ്ടെത്തുകയാണ്. Okay, how we could be having our linguistic expression as an extension of our individuality, of our personality, of our character എന്ന്. വീണ്ടും നമ്മൾ എത്തുന്നത് ക്യാരക്ടർ, സ്റ്റൈൽ ഈസ് ദ മാൻ എന്നുള്ള ആ ഒരു നിഗമനത്തിൽ തന്നെയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് we will see this, how this is working. Okay, these days we are continuously discussing a lot of things connected with COVID pandemic.
ഓക്കെ, ഈ കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട നിരവധി പദങ്ങൾ, ഭാഷയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നിരവധി പദങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ദൈനംദിന പദാവലിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ മാസ്ക്, അല്ലെങ്കിൽ സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ക്വാറൻറ്റൈൻ, ഓക്കെ, ഈ വക കാര്യങ്ങളൊക്കെ, പ്രൈമറി കോൺടാക്റ്റ്, ഈ വക കാര്യങ്ങളൊക്കെ, ഈ വക വാക്കുകളൊക്കെ നമ്മുടെ ദൈനംദിന ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു വാക്ക് എടുത്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ക്രിയേറ്റീവായി നമുക്ക് അതിൽ എന്തെല്ലാം എക്സ്റ്റൻഷൻസ് വരുത്താം എന്ന് നോക്കാം. ഓക്കെ, ദിസ് ആക്ച്വലി വിൽ ബി ഗിവിങ് us some insights into how ordinary structures could be made creative, could be made different at different levels. Okay, let us take a simple word like the mask. Okay, we have a word like the mask, which is very common and which is almost an indispensable part of our daily life these days, we know. Using this particular word, we are thinking of some idioms which will help us to understand the impact that this particular item, this particular object has made in our life. Okay, so let us have a simple statement like this. Something is, I say, I don't mention what it is. Something is as, say, irritating as an over-tight mask. Something is as irritating as an over-tight mask. When you tie up a mask, if it is overly tight, it is creating a kind of irritation. That is what we are saying. So something is as irritating as an over-tight mask. Or we say something is as funny as an unsize mask. If you are using a mask which is meant for little children, or if you are using if you are a man and if you are using a mask which is meant for the other sex, so probably this is creating a funny expression. Okay, it's a situation which is funny. So a funny, it is something is as funny as an unsized mask, or something is as comical as a printed mask. Okay, we see some people wearing masks with flowers printed on it, butterflies printed on it. It's all undermining the very notion of the mask, and the very appearance of the thing is, I don't know whether this is my take on this. I find it slightly comical when I see such masks. But we are speaking about something else, and we say that something is as comical as a printed mask, or something is as cheap as say cotton, ordinary a cotton mask. I don't know whether there are any other material that is used for making a mask. Anyway, a cotton mask, what I mean is that a use and throw kind of cheap mask, as cheap as a cotton mask, or something is, as provocative as a gaudy mask. It was during the election campaign and all, I have seen people wearing different colored masks, okay, a green mask or deep red mask or saffron colored mask. This is very provocative, making a very vociferous kind of statement on who is wearing this and what is his attitude towards certain things. Now, provocative as a gaudy, G-A-U-D-Y, gaudy mask. You are having just one word here, the mask, and you are thinking differently on this mask. This is where your creativity is working. അപ്പോൾ സർഗാത്മകത എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ കാണുന്നത്. Okay, we haven't mentioned the subject here.
ഏതിനെക്കുറിച്ചാണ് നാം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് നാം പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് എന്തുമാവാം. ഓക്കെ, ഇവിടെ രണ്ട് തരത്തിലുള്ള കമ്പാരിസൺ ഇവിടെ കൊണ്ടുവരുന്നു. ഇവിടെ നമ്മൾ പറയുന്നു an insensitive politician is as funny, as irritating, as comical, as cheap, and as provocative. Anything is possible. We never thought of this as a subject, and this is the point where we are making the comparison. An insensitive politician, a politician who is quite insensitive, indifferent to people's issues and problems, and who keeps on speaking endlessly, and who engages people endlessly in press conferences and press meets and deliberations, etc., the insensitivity of such a politician is compared to a lot of things. Actually, what is specific about that particular character is it could be funny, it could be irritating, it could be comical, it could be cheap, it could be provocative. Okay, and the comparison is to a trivial, insignificant thing as a mask. And that mask again is qualified by expressions like unlike, unsized, over-tight, printed, cotton, gaudy. All these things are, adjectives to this particular mask. Okay, so just with one word, if you apply your thought differently, in a specific manner, you are getting a series of statements like this, which simply means that you are trying to be creative when you are making a statement like this. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വാചകം നിർമ്മിക്കുന്നതിൽ സർഗാത്മകത പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നാം കാണുന്നു. മാസ്ക് എന്നുള്ള വളരെ സാധാരണമായിട്ടുള്ള ഒരു വാക്ക്, ഓക്കെ, ആ ഒബ്ജക്റ്റ് നമുക്ക് പരിചിതമാണ്. അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിർവികാരനായ ഒരു അധികാരപ്രമത്തനായ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു മാസ്ക്, ഒരു രാഷ്ട്രീയക്കാരൻ, ഇത് തമ്മിൽ യാതൊരു ബന്ധവും പ്രത്യക്ഷത്തിലില്ല. പക്ഷേ നമ്മൾ അവയെ പ്രത്യക്ഷത്തിലല്ലെങ്കിലും നമ്മൾ അവയെ പരോക്ഷമായി ബന്ധപ്പെടുത്തുകയും അതിൽ നിന്നും സർഗാത്മകമായ നിരവധി സ്റ്റേറ്റ്മെൻറ്റ്സുകളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നു. ഇവിടെ ആസ് an insensitive politician, as funny as an unsized mask, നിർവികാരനായ ഈ രാഷ്ട്രീയക്കാരൻ ഒരു പാകമാകാത്ത മുഖാവരണം പോലെ തമാശ നിറഞ്ഞൊരു ദൃശ്യമാണ് എന്ന് പറയുന്നു. ഓക്കെ, അതുകൊണ്ട് ഈ മാസ്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റും ഇൻസെൻസിറ്റീവ് പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനെ, നിർവികാരനായ ഒരു രാഷ്ട്രീയക്കാരനെയും നാം ഒരു സെൻറ്റൻസിൽ ഒരു വാചകത്തിൻ്റെ ഭാഷയിലേക്ക് നമ്മൾ ചുരുക്കി കൊണ്ടുവരുന്നു. ഓക്കെ, സർഗാത്മകത എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് എന്നല്ല നാം ഉദ്ദേശിക്കുന്നത്. സർഗാത്മകതയുടെ പ്രയോഗങ്ങളിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റേഷൻ എന്നുള്ളത്, പരീക്ഷണം എന്നുള്ളത് വളരെ നിർണായകമാണ്, വളരെ സ്വാഭാവികവുമാണ്. ഓക്കെ, we shall go to the details in another class. Thank you.